നാശമാണെന്നറിയാത്ത ആരെങ്കിലും മലയാളികൾക്കിടയിലുണ്ടോ? 3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന കൊച്ചു കേരളം, ആ കൊച്ചു കേരളത്തിൽ ഈ കഴിഞ്ഞ ഓണത്തിലെ ഉത്രാട ദിനത്തില് നമ്മുടെ കേരളം വിറ്റഴിച്ച മദ്യത്തിന്റെ കണക്ക് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 136 കോടി രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് 10 കോടിയിലധികം രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചു പോയത്. ഓണത്തിന്റെ 10 നാളുകളിൽ കേരളം കുടിച്ച കള്ളിന്റെ കണക്ക് പുറത്തു വന്നു. 836 കോടി രൂപയുടെ മദ്യമായിരുന്നു അത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് 50 കോടി രൂപയുടെ മദ്യത്തിന്റെ അളവിന് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ഒരു കാലം നമ്മുടെ സാംസ്കാരിക കേരളത്തെ കുറിച്ച് നല്ല ആളുകൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്നുള്ളത്. അതെ, പേരും പ്രശസ്തിയുമുള്ള ഒരു നാടായി നമ്മുടെ കേരളം മാറിയിരുന്നു. അത് മതസൗഹാർദ്ദത്തിലുണ്ട്, സാംസ്കാരികം തനിമ നിലനിർത്തുന്നതിലുണ്ട്. പക്ഷേ ഇന്ന് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലാണ് കേരളം ഉള്ളത്. ഒരു ഭാഗത്തെ രാസലഹരി പദാർത്ഥങ്ങൾ എത്രയാണ് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ നാടിന് വികസനം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ സകല മനുഷ്യരെയും ഭ്രാന്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ശബ്ദമുയർത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യൻ പ്രമേയമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം കടന്നു വരുന്നത്. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 പിറവിയെടുത്ത സംഘടന 2026ലേക്ക് 100 കൊല്ലം തികയുകയാണ്. ഈ സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം വരാനിരിക്കുമ്പോൾ വൈവിധ്യമാർന്ന പരിപാടികളാണ് അൽഹംദുലില്ലാ സുന്നി പ്രാസ്ഥാനിക സംഘ കുടുംബത്തിന്റെ കീഴിൽ നടക്കുന്നത്. SJMന്റെ നേതൃത്വത്തിൽ ഇന്ന് ജില്ലാ സമ്മേളനവും ജില്ലാ റാലിയും നടന്നു. ഇനി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മുഴുവൻ സോണുകളിലും പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാൻ 8 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളെ കുറിച്ച് ആളുകൾക്ക് പ്രവാചകനെയും ഇസ്ലാമിനെയും പഠിപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ സ്നേഹലോകം എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നു. എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ആ പ്രോഗ്രാമിനോട് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ കേവലം വർഗീയതയിലൂടെയാണ് മതം വളർത്തിയത് എന്ന് പറയുന്ന ആളുകൾ, തീവ്രവാദത്തിലൂടെയാണ് ലോകം ഇസ്ലാം കീഴടക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ, അവര് വായിക്കട്ടെ ഇസ്ലാമിലെ പ്രവാചകനെ